പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒക്ടോബർ 18 അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ ഒരു ശിശുവിനെ എടുത്തു നിർത്തി അവരോട് പറയുന്നുണ്ട്, ഈ ശിശുവിനെ പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ആയിരുന്നു ആ കുഞ്ഞെന്ന് പാരമ്പര്യം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ തിരുനാള് ആഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്. സ്വർഗത്തിലാണ്. ഈ കുഞ്ഞിനെ പോലെ ചെറുതാവാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. ആ കുഞ്ഞ് സ്വർഗം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തന്നെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ്. അന്ന് തമ്പുരാൻ കൊടുത്ത ഈ ഒരു പ്രോത്സാഹനം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്ത വലിയൊരു ബലമുണ്ട്. ഏതൊരു പ്രലോഭനങ്ങളുടെ മുൻപിലും പിടിച്ചു നിൽക്കാനും ഏതൊരു പീഡനങ്ങളുടെ മുൻപിലും ഭയപ്പെടാതിരിക്കാനും ഉണ്ടായ ഒരു വലിയ ധൈര്യത്തിലൂടെ ഈ വിശുദ്ധൻ കടന്നു പോകുന്നുണ്ട്. സ്വന്തം ജീവിതത്തെ സ്വർഗം വരെ എത്തിക്കാൻ മാത്രമല്ല, ചുറ്റുമുള്ള തൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരുടെ, ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ ധൈര്യത്തിൻ്റെ കനല് കോരിയിട്ട് ജ്വലിപ്പിക്കാൻ ദൈവം നിയോഗിച്ചൊരു മനുഷ്യനായിരുന്നു അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. കർത്താവിൻ്റെ ഒരു ഗോതമ്പുമണിയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വന്യമൃഗങ്ങളുടെ പല്ലുകളുടെ ഇടയിൽപ്പെട്ടിങ്ങനെ പൊടിഞ്ഞ് കർത്താവിന് വേണ്ടി ഇല്ലാതാകുന്നതിനേക്കാൾ വലിയ വേറെ എന്ത് സന്തോഷമാണ് എനിക്കുള്ളതെന്നാണ് ചോദിക്കണേ. പീഡനങ്ങൾക്ക് പോകുമ്പോൾ മഹാവിശുദ്ധരുടെ ഗണത്തിലേക്ക് ഈ മനുഷ്യൻ എത്തിപ്പെടാനുള്ള കാരണം കർത്താവിന് വേണ്ടി ജീവൻ ഇങ്ങനെ കുതറാതെ സഹിക്കാനായിട്ടുള്ള ആളുടെ മനസ്സായിരുന്നു. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന നേരത്ത് പരാതിയില്ലാതെ പേടിയില്ലാതെ സ്തോത്രഗീതങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ നാമം പറഞ്ഞ് അവന് വേണ്ടിയാണ് മരിക്കുന്നതെന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന വിധത്തിൽ മരണത്തിലേക്ക് നടന്നുപോയതുകൊണ്ടാണ്. സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന കാര്യം അതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഓരോ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ജെറമ്യാ പ്രവാചകനോടൊക്കെ കർത്താവ് പറയുന്നത് പോലെ, ഞാൻ കൽപ്പിക്കുന്നിടത്തേക്ക് നീ പോകണം, അവരുടെ മുൻപിൽ വെച്ച് ഞാൻ പറയുന്നതെല്ലാം നീ അവരോട് പറയണം, നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. യോശുവ 1:9. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട എന്നും ധീരനും ശക്തനുമായിരിക്കണമെന്നും ഞാൻ നിന്നോട് അരുൾ ചെയ്തിട്ടില്ലേ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമുക്കിങ്ങനെ ജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്കിനെ സഹായിക്കുന്ന ഒരു കൈത്തിരിയായിട്ട് കൊണ്ടു നടക്കണം. കർത്താവെ, അവിടുന്ന് എൻ്റെ അഭയമാണ്, രക്ഷ കൊണ്ട് അവിടുന്ന് എന്നെ പൊതിയുന്നു. 32-ാമത്തെ സങ്കീർത്തനമാണ്. കർത്താവെ, അവിടുന്ന് എൻ്റെ അഭയമാണ്. അങ്ങനെ ഉറപ്പ് കിട്ടിയ മനുഷ്യര് എന്തൊരു പേടിയാണ് നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും. ഒരു കടം ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ, ഒരു രോഗാവസ്ഥ ഇത്തിരി മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ നമ്മളോട് കുറച്ച് ദിവസം മിണ്ടാതിരുന്നാൽ, ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും. നമ്മൾ പറയാച്ചാൽ ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയല്ലേ? ആണെന്നേ, പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ ഈ പ്രശ്നങ്ങളെ നോക്കി ആകുലപ്പെട്ടിരിക്കാനാണോ കർത്താവ് പറയണേ? പലതവണ പല മനുഷ്യർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. പ്രശ്നങ്ങളുടെ മുൻപിൽ നിന്ന് നിങ്ങൾ എൻ്റെ ദൈവമേ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നതിന് പകരം ആ പ്രശ്നങ്ങളുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിന്നേക്കാൾ വലിയൊരു ദൈവമുണ്ടെന്ന് പറയാനായിട്ട് പറ്റുന്ന നിമിഷം നീ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നു. നീ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നു. ആ ഒരു വിശ്വാസം കൊണ്ടാണ് മനുഷ്യരിങ്ങനെ മരണത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിന്നത്. തീയിലെറിയണമെങ്കിൽ എറിഞ്ഞോ, സിംഹങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോ, ഗത കൊണ്ട് അടിച്ചു കൊല്ലണമെങ്കിൽ ചതക്കണമെങ്കിൽ ചതച്ചോ, വാളുകൊണ്ട് വെട്ടണമെങ്കിൽ വെട്ടിക്കോ, കുന്തം കൊണ്ട് കുത്തണമെങ്കിൽ കുത്തിക്കോ, പച്ചയായി ഞങ്ങളെ ഇങ്ങനെ കത്തിച്ചു നിർത്തിക്കോ, എന്നാലും ഞങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് വേർപിടില്ല എന്ന് ആദിമ ക്രിസ്ത്യാനികൾക്ക് വിളിച്ചു പറയാനായിട്ട് ധൈര്യം കൊടുത്ത, മാതൃക കാണിച്ച, കർത്താവിൻ്റെ ഉദാഹരണമായി നിലനിന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ.
നമുക്ക് കുഞ്ഞു പനി വരുമ്പോൾ നമ്മൾ പള്ളി പോവില്ല അല്ലേ? ഇത്തിരി കടബാധ്യത കൂടിയ നമ്മൾ കർത്താവിനെ തള്ളി പറയുമല്ലേ? ഒരു ബന്ധത്തിലൊരു ഉലച്ചിൽ പറ്റിയാൽ കർത്താവാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി, ഈ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എന്ത് കോംപ്രമൈസും നടത്തും അല്ലേ? ഈ വിശുദ്ധരുടെയൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് ജെന്യുവിനായിട്ടുള്ള വിശ്വാസം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും അഭിഷേകത്തിന് വേണ്ടിയും ധൈര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. മക്കളുടെ മുൻപിൽ പോലും ഈ കർത്താവിൻ്റെ കാര്യങ്ങളൊന്ന് വിളിച്ചു പറയാനായിട്ട് ധൈര്യമില്ലാതെ പോകുന്ന മാതാപിതാക്കളുടെ മുൻപിൽ, കൂട്ടുകാരുടെ ഇടയിൽ കർത്താവിനെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുമെന്ന പേടിയോടുകൂടെ ജീവിക്കുന്ന ചെറുപ്പം മക്കളുടെ മുൻപിൽ ഈ വിശുദ്ധൻ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. തമ്പുരാനെ, നിന്റേതായി നിന്റെ വിശ്വാസം ജീവിക്കുന്നവരായി ഈ ഭൂമിയിൽ അങ്ങയുടെ സാക്ഷികളായി മുന്നോട്ട് പോകാനുള്ള കൃപയും ധൈര്യവും ഞങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ അനുഗ്രഹം സ്വീകരിക്കാം. ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ജീവിതത്തിന്റെ സങ്കടങ്ങൾ, നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ, ഞങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്ന വലിയ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള, വിശ്വാസത്തെ തോൽപ്പിച്ചു കളയുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ, ഇതിനൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഇങ്ങനെ ഉള്ളു നിറഞ്ഞ ആത്മാർത്ഥതയോടുകൂടെ കർത്താവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറക്കത്തിലേക്ക് നമുക്ക് പോകാം. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഒരു സ്ഥൈര്യത്തിൽ നിൽക്കാനായിട്ട്, കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കാനായിട്ട്. ഈ വിളിച്ചു പറയൽ, കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള വിളിച്ചു പറയൽ ഈ ആഴമായ വിശ്വാസത്തിൽ നിന്ന് വരുന്നതായിരിക്കട്ടെ. സ്വർഗം നോക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.